ഹലോ. ഇന്ന് എൻ്റെ ഫാസ്റ്റിങ് ഞാൻ ബ്രേക്ക് ചെയ്യുന്നത് ഇഞ്ചി ചതച്ച വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. അതെനിക്ക് ഇന്നലെ കുടിച്ചപ്പോഴും അത്യാവശ്യം നല്ലൊരു വയറിന് നല്ലൊരു സുഖം പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അതാണ് ഞാൻ ഇന്നും അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഞാൻ ഇത് കുടിച്ചിട്ടാണ് എൻ്റെ ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യുന്നത്. നമുക്ക് ലഞ്ച് ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ. എൻ്റെ ലഞ്ച് ടൈമിൽ ഞാൻ എടുത്തേക്കുന്നത് തോരൻ, ചമ്മന്തി, ചോറ്, മുട്ട, കുറച്ച് രസം, ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ ഇന്ന് ലഞ്ച് കഴിക്കുന്ന. ഇനി നമുക്ക് സ്നാക്ക് ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ. എൻ്റെ സ്നാക്ക് ടൈം ആയിട്ടുണ്ട്. ഞാനെടുത്തത് കുറച്ച് ജീരകവും കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളവും പിന്നെ 2 ബ്രെഡ്, അതിനെ ഞാൻ കുറച്ച് ബട്ടറിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ടാണ് ഞാൻ എൻ്റെ സ്നാക്ക് കഴിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഡിന്നർ ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ. എൻ്റെ ഈറ്റിംഗ് വിൻഡോ ഞാൻ അവസാനിപ്പിക്കുന്നത് ഉപ്പുമാവ് വെച്ചിട്ടാണ്. ഇതിനകത്ത് കുറേ വെജീസൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഉപ്പുമാവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ ഈറ്റിംഗ് വിൻഡോ ഞാൻ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നാളെ 22ാമത്തെ ദിവസത്തിൽ കാണാം. ഇനി എൻ്റെ ഈ ആഴ്ചത്തെ വെയിറ്റ് എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഡേ 15 എനിക്ക് 66.80 ആയിരുന്നു വെയിറ്റ്. 16 ആയപ്പോൾ 66.80 സെയിം വെയിറ്റ് ആണ്. 70 ആയപ്പോൾ 66.50 ആയി വെയിറ്റ്. 18 ആയപ്പോൾ 66.20 ആയി. ഡേ 19 ആയപ്പോൾ 66.05 ആണ്. ഡേ 20 ആയപ്പോഴും സെയിം വെയിറ്റ് തന്നെയാണ്, 66.05 എന്ന് പറയുന്ന വെയിറ്റ്. 21 ആയപ്പോൾ 66 kg ഞാൻ എത്തിയിട്ടുണ്ട്. ഹലോ. നമ്മൾ വെയിറ്റ് ലോസ് തുടങ്ങിയിട്ട് 21ാമത്തെ ദിവസമാണ്. ഞാൻ 21 ദിവസത്തെയും എൻ്റെ വെയിറ്റ് ലോസ് എത്രയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിതേ 3ാമത്തെ ആഴ്ചയിൽ നിന്ന് 4ാമത്തെ ആഴ്ചയിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ എനിക്ക് അതിനു മുന്നേ ഞാൻ നിങ്ങളോട് ഇന്നലെ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. പക്ഷേ ഞാൻ ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില കമൻറ്റ്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ചിലപ്പോൾ തോന്നും, നിങ്ങൾ എന്തുകൊണ്ട് ലോങ് വീഡിയോസ് മൊത്തം കാണാതെ ഈ ചെറിയ ചെറിയ ഷോർട്ട് പകുതി കണ്ട് പോകാൻ ഒരിക്കലും പാടില്ല. ഈ ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് തരുമ്പോൾ നിങ്ങൾ മൊത്തത്തിൽ കണ്ടു പോകാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനിടയിൽ പല കാര്യങ്ങളും പറയും. ഓക്കെ. ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, എനിക്ക് ഒരു ടൈം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച ആകുമ്പോൾ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങും എന്ന് പറഞ്ഞു. സീരിയസ്ലി എനിക്ക് എൻ്റെ ബെല്ലി ഫാറ്റ് കുറഞ്ഞു തുടങ്ങി. ഈ ഒരു 3 ആഴ്ചയുടെ ലാസ്റ്റൊക്കെ ആവാറായപ്പോൾ എനിക്ക് ബെല്ലി ഫാറ്റ് കുറഞ്ഞു തുടങ്ങി. അത് ഞാൻ പറഞ്ഞ കാര്യം അപ്പോൾ എൻ്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട്. പിന്നെ അടുത്തത്, എനിക്ക് വാട്ടർ ലോസ് പോയിട്ട് എനിക്കിപ്പോൾ ഫാറ്റ് ലോസ് സംഭവിച്ചു തുടങ്ങുന്ന ഒരു സ്റ്റേജാണ്. അതുകൊണ്ട് എൻ്റെ വെയിറ്റ് കുറച്ചൊന്ന് മീൻസ് ഒരുപാട് കുറയാതെ പതുക്കെ ഒന്ന് സ്ലോ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കറക്റ്റാണ്. ഞാൻ ഒരിക്കലും നിങ്ങളോട് ഒരു കാര്യം റെഫർ ചെയ്യാതെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യില്ല. അത് 100% കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഞാൻ റെഫർ ചെയ്യാതെ ഞാൻ എങ്ങനെ, എനിക്ക് മീൻസ് ഒരു ഊഹാപോഹങ്ങൾ പറയണമെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യം അറിയണ്ടേ പറയാൻ വേണ്ടിയിട്ട്. അപ്പം റെഫർ ചെയ്യാതെ ഞാൻ എങ്ങനെ അത് പറയും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. പിന്നെ ഇന്ന് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തത് 69.85 സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഇന്ന് 66 നിൽക്കുന്ന ഒരു ഡേ ആണ് ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറയുന്നത്. ഈ ഒരു 66 കിലോയിൽ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ അറിയാതെ എൻ്റെ വെയിറ്റ് ലോസ് കൊണ്ടുപോയിട്ടുള്ള സമയങ്ങളാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരാഴ്ച കംപ്ലീറ്റ് നോക്കുകയാണെങ്കിൽ ചീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വയ്യായിക ഉണ്ടായിരുന്ന സമയമായിരുന്നു. വെയിറ്റ് ലോസ് മീൻസ് വാട്ടർ ലോസ് പോയിട്ട് വെയിറ്റ് ലോസ് സംഭവിച്ച സമയമായിരുന്നു. അങ്ങനെ ഈ ഒരു 3ാമത്തെ ആഴ്ച അങ്ങനെ പോയി. സെക്കൻഡ് വീക്ക് എന്തായിരുന്നു, എനിക്ക് ജിം അന്ന് വെച്ച് കട്ട് ചെയ്തു. പിന്നെ എനിക്ക് പീരിയഡ്സ് ആയിരുന്നു. അങ്ങനെയായിരുന്നു സെക്കൻഡ് വീക്ക്. ഫസ്റ്റ് വീക്ക് നോർമൽ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ആഴ്ച എടുക്കുകയാണെങ്കിൽ എനിക്ക് 2ാമത്തെ ആഴ്ചയും 3ാമത്തെ ആഴ്ച ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് എൻ്റെ വെയിറ്റ് കുറയാണ്ടിരുന്നിട്ടില്ല. ഞാൻ എൻ്റെ മാക്സിമം ഞാൻ എൻ്റെ 100% ഇട്ടിട്ടാണ് ഈ ഒരു വെയിറ്റ് ലോസിൽ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്കും അതിൽ നിന്നൊരു മോട്ടിവേഷൻ കിട്ടുമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഇടുന്ന ഓരോരോ ലോങ് വീഡിയോസും നിങ്ങളൊന്ന് കണ്ടു നോക്കാം. മൊത്തത്തിൽ കാണാം. പകുതി മാത്രം കണ്ടിട്ട് ബാക്കി സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കുക. മൊത്തം കാണാം. അതിനകത്ത് നിന്ന് നിങ്ങൾ ഡൗട്ട് ചോദിക്കുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന പോലെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ റെഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ
അപ്പോൾ ഇന്നത്തെ 21ാമത്തെ ദിവസത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫാറ്റ് ലോസ്, വെയിറ്റ് ലോസ്, ഇഞ്ചസ് ലോസ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എനിക്ക് ബെല്ലി ഫാറ്റ് എല്ലാം കുറഞ്ഞു തുടങ്ങുന്ന സമയമാണ്. എനിക്ക് വിസിബിളി ഒരു കാണാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് എൻ്റെ വെയിറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പാർട്സ്, നമ്മുടെ ബെല്ലി ഏരിയാസ്, അങ്ങനെയുള്ള പാർട്സിലെല്ലാം ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞു മീൻസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ പറ്റും. അപ്പം ഇതാണ് എൻ്റെ ഒരു 3ാമത്തെ ആഴ്ചയിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു ആഴ്ചയിൽ ഒരുപാട് പോസിറ്റീവ് കമൻസ്, ജനുവരി 1 തൊട്ട് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തവർ, പിന്നെ കുറേ പോസിറ്റീവ് കമൻസ്, കുറേ ഡൗട്ട്സ്, കുറച്ച് നെഗറ്റീവ് കമൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ എന്നെ നെഗറ്റീവ് പറയണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പറയുമ്പോൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോവാണ്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനകത്ത് ഇല്ല, ഞാൻ പറയുന്നതേ തെറ്റാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സമ്മതിച്ചു. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് റെഫർ ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇതുണ്ടല്ലോ, എല്ലാവരും ഒന്ന് നോക്കിയതിന് ശേഷം ഒന്ന് പറയാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാര്യങ്ങൾ കേട്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ലോസിൻ്റെ അപ്ഡേഷൻ ഇടാതെയോ അല്ലെങ്കിൽ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ ജേർണി ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്ടതോ ഒന്നും ഇരിക്കില്ല. ഇനി 22ാമത്തെ ദിവസത്തിലേക്ക് ഇതേ പോകാൻ പോവുകയാണ്. ഇനി ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 28, പിന്നെ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ 30 ദിവസം. ഞാൻ എൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരേക്കും ഈ ഒരു വെയിറ്റ് ലോസ് കൊണ്ടുപോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഫാസ്റ്റ് വെയിറ്റ് ലോസ് വേണ്ട, എനിക്ക് സ്ലോ വെയിറ്റ് ലോസ് മതി എന്നാണ് ഞാൻ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് മതി. എനിക്ക് പിന്നെ ആ ഒരു വാട്ടർ ലോസിലായിരുന്നു എനിക്ക് പെട്ടെന്ന് കുറഞ്ഞത്. ഇപ്പോൾ ഏകദേശം ഒരു 4 കിലോ കുറയാറായിട്ടുണ്ട്. ഇതിൽ ഞാൻ വളരെ അധികം ഹാപ്പിയാണ്. ഇനി ഞാൻ ഇതിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ട രീതിയിൽ എൻ്റെ കൂടെ കൂടിക്കോ, അല്ലാത്തവരോട് എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആയിരുന്നു എൻ്റെ ഈ ഒരു 3 ആഴ്ചത്തെ ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നാളെ 22ാമത്തെ ദിവസത്തിൽ കാണാം.